മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ച ഒരു വരവാ. മാസം എന്ന് പറഞ്ഞാ പോരാ, മരണ മാസം. This is a game which is gonna be a massive hit of the year. കൊട്ടാരക്കരയുടെ റാണി എന്ന് പറഞ്ഞാൽ ഏതൊരു ബസ് പ്രേമിയും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പറയുന്ന ഒരു പേരുണ്ട്, ശരണ്യ. ലിജോസ് വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ യാത്രക്കാരുടെ ദീർഘദൂര യാത്രകളിൽ കൂട്ടായി 1985 മുതൽ ഇന്നും നിരത്തുകളിൽ തുടരുന്നു ശരണ്യ മോട്ടോഴ്സ്. തങ്ങളുടെ സർവീസ് കൊണ്ട് കേരളക്കരയാകെ ആരാധകരെ സൃഷ്ടിച്ച ഒരു ബസ് സർവീസ്. ഒരേ സമയം ജനങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ശരണ്യ. മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസ് ബി നേതാവ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ ബന്ധുവായ ശ്രീ മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബസ് പ്രസ്ഥാനമാണ് ശരണ്യ മോട്ടോഴ്സ്. 1985 ശ്രീ മനോജ് കുമാറിൻ്റെ അച്ഛൻ ശ്രീ ചന്ദ്രശേഖരൻ കൊട്ടാരക്കര കേന്ദ്രമാക്കി ശരണ്യ മോട്ടോഴ്സ് എന്ന ബസ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുനലൂരിലേക്കായിരുന്നു ആദ്യ സർവീസ്. പിന്നീട് ക്രമേണ കൊട്ടാരക്കരയുടെ സമീപ പ്രദേശങ്ങളിലേക്കും ഓടനാവട്ടം, ഓയൂർ, പാരിപ്പള്ളി, പത്തനാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ശരണ്യ മോട്ടോഴ്സ് ബസ് സർവീസുകൾ ആരംഭിച്ചു. ശ്രീ ചന്ദ്രശേഖരൻ തൻ്റെ ബസ്സുകൾക്ക് ശരണ്യ എന്ന പേര് നൽകുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ നിർദ്ദേശിച്ച പേരായിരുന്നു ലക്ഷ്മി ദേവിയുടെ പര്യായമായ ശരണ്യ. കൊട്ടാരക്കരയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ നടത്തി വന്ന ശരണ്യ മോട്ടോഴ്സ് 1993 തങ്ങളുടെ ആദ്യ ദീർഘദൂര സർവീസ് ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും എറണാകുളത്തേക്കായിരുന്നു ആ സർവീസ്. പുനലൂരിൽ നിന്നും പുറപ്പെട്ട് പത്തനംതിട്ട, മല്ലപ്പള്ളി, കോട്ടയം വഴി എറണാകുളത്ത് എത്തിച്ചേരുന്ന ഈ സർവീസ് വളരെ വേഗം തന്നെ പ്രസിദ്ധിയാർജിച്ചു. ഇന്നും ശരണ്യയുടെ ഏറ്റവും പ്രസിദ്ധമായ സർവീസും ഇതാണ്. തങ്ങളുടെ ആദ്യ ദീർഘദൂര സർവീസിന് ലഭിച്ച ജനപിന്തുണയിൽ കൂടുതൽ ദീർഘദൂര സർവീസുകൾ ശരണ്യ മോട്ടോഴ്സ് ആരംഭിച്ചു. ആ കാലത്ത് കൊട്ടാരക്കര നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന HMS ബീഗിൾ എന്ന ബസ് സർവീസ് ശരണ്യ വാങ്ങി അവരുടെ ആദ്യ ഇടുക്കി സർവീസിന് തുടക്കം കുറിച്ചു. ഈ സർവീസും ഇന്നും ശരണ്യയുടെ കൈകളിൽ ഭദ്രമാണ്. മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ദീർഘദൂര യാത്രകൾക്ക് ശരണ്യ നൽകിയ സംഭാവനകൾ വലുതാണ്. യാത്രക്കാരുടെ സമയത്തിന് ഏറ്റവും വില നൽകിയിരുന്ന ഒരു ബസ് ഓപ്പറേറ്ററാണ് ശരണ്യ. സമയക്രമം പാലിക്കുവാനുള്ള ഓട്ടത്തിൽ പലപ്പോഴും ശരണ്യയ്ക്കും കാലിടറിയിട്ടുണ്ട്. ഇതെല്ലാം ശരണ്യയ്ക്ക് ഒരു കുപ്രസിദ്ധിയും നേടിക്കൊടുത്തു. എന്നിരുന്നാലും ഇന്നും മധ്യ തിരുവിതാംകൂറിലെ യാത്രക്കാരുടെ ഇഷ്ട ബസ് സർവീസ് തന്നെയാണ് ശരണ്യ. ശ്രീ ചന്ദ്രശേഖരൻ്റെ മക്കളായ ഹരി, ഗോപൻ, മനോജ് തുടങ്ങിയവരും ബസ് വ്യവസായ രംഗത്ത് വന്നതോടെ ശരണ്യ മോട്ടോഴ്സ് കൂടുതൽ കരുത്താർജിച്ചു. സ്വന്തമായി ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പും ശരണ്യയ്ക്ക് ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയുടെ പൊതുഗതാഗത ചരിത്രത്തിൽ ശരണ്യ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ശരണ്യ ദീർഘദൂര സർവീസ് നടത്തിയിരുന്ന ചില റൂട്ടുകൾ ഇവയൊക്കെയാണ്: പുനലൂർ, മല്ലപ്പള്ളി, എറണാകുളം, കൊട്ടാരക്കര, നെടുങ്കണ്ടം, പുനലൂർ, ആലുവ, കൊട്ടാരക്കര, പത്തനാപുരം, കുമളി, അടൂർ, നെടുങ്കണ്ടം, അടൂർ, കൂട്ടാർ, കൊല്ലം, കുമളി, കുണ്ടറ, കുമളി, പത്തനംതിട്ട, മൂവാറ്റുപുഴ, എറണാകുളം, പത്തനംതിട്ട, മണിമല, എറണാകുളം, എരുമേലി, എറണാകുളം, സീതത്തോട്, എറണാകുളം, കട്ടപ്പന, വാഗമൺ, എറണാകുളം, കുമളി, കോട്ടയം, എറണാകുളം, പുനലൂർ, പാല, എറണാകുളം, കുമരകം, പുനലൂർ, പന്തളം, മുണ്ടക്കയം, കൊല്ലം, പത്തനംതിട്ട, കൊല്ലം, കോതമംഗലം, ഇളംകാട്, വെച്ചൂച്ചിറ, കൊല്ലം, മുണ്ടക്കയം, വെച്ചൂച്ചിറ, പരവൂർ, വർക്കല, മുണ്ടക്കയം, പെരിനാട്, എറണാകുളം, സീതത്തോട്, എറണാകുളം, ചുങ്കപ്പാറ, എറണാകുളം, പുനലൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, പത്തനംതിട്ട, ചേനപ്പാടി, എറണാകുളം. ഇവയിൽ മിക്ക പെർമിറ്റുകളും മറ്റു ബസ് ഓപ്പറേറ്ററിൽ നിന്നും വാങ്ങിയവയാണ്. ഒരു കാലം വരെ ഏകദേശം 12ഓളം എറണാകുളം സർവീസുകൾ ശരണ്യയ്ക്ക് ഉണ്ടായിരുന്നു. കലൂർ സ്റ്റാൻഡിലും വൈറ്റില ഹബ്ബിലും ഉച്ച കഴിയുമ്പോൾ എരുമേലി, പത്തനംതിട്ട ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഉണ്ടായിരുന്നത് ശരണ്യയ്ക്കായിരുന്നു. കളർ കോഡ് നിലവിൽ വരുന്നതിന് മുമ്പ് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. മറ്റു വാഹനങ്ങളും ബസ് സർവീസുകളും ശരണ്യ സർവീസുകൾക്ക് മുൻപിൽ വഴി മാറിക്കൊടുക്കും എന്ന് പലരും പറയുമായിരുന്നു. ശരണ്യയുടെ കുപ്രസിദ്ധി ആയിരുന്നിരിക്കാം ഇതിന് കാരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബസ് സർവീസ് കൂടെയാണ് ശരണ്യ മോട്ടോഴ്സ്. പുതുപുത്തൻ ബസ്സുകൾ സർവീസിന് ഇറക്കുന്നതിലും ശരണ്യ മുൻപിൽ തന്നെയാണ്.
സ്വന്തം വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച ശരണ്യ ബസ്സുകൾ കാണുവാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു. കൂട്ടാറിലേക്കും നെടുങ്കണ്ടത്തേക്കും സർവീസ് നടത്തിയിരുന്ന ശരണ്യയുടെ ബസ്സുകളിലെ പെയിന്റിങ്ങും ലിവറിയും ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ തരംഗമായിരുന്നു. ശരണ്യയുടെ നെടുങ്കണ്ടം കൊട്ടാരക്കര നൈറ്റ് സർവീസ് വളരെ പ്രസിദ്ധമാണ്. രാത്രിയിൽ ഇടുക്കിയുടെ മലയോരങ്ങളിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ സർവീസ്. മികച്ച പരിചയസമ്പന്നരായ ജീവനക്കാരും ശരണ്യ മോട്ടോഴ്സിന്റെ മുതൽക്കൂട്ടായിരുന്നു. ജീവനക്കാരുമായി മിക്ക സർവീസുകളിലെയും യാത്രക്കാർക്ക് നല്ല ബന്ധമായിരുന്നു. ഇതെല്ലാം ശരണ്യ മോട്ടോഴ്സിന്റെ സർവീസുകളിലേക്ക് യാത്ര ചെയ്യുവാൻ യാത്രക്കാരെ അടുപ്പിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് സൂപ്പർ ക്ലാസ് സർവീസുകൾ അനുവദിച്ച സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ക്ലാസ് സർവീസ് ഉണ്ടായിരുന്നതും ശരണ്യയ്ക്കായിരുന്നു. പക്ഷേ 2015 കോടതി വിധി വന്നപ്പോൾ ഇത് ശരണ്യ മോട്ടോഴ്സിന് തിരിച്ചടിയായി. ഈ സർവീസുകൾക്ക് എല്ലാം KSRTCയുടെ ടേക്ക് ഓവർ സർവീസുകൾ വന്നു. ശരണ്യയുടെ പല സർവീസുകളും പിൽക്കാലത്ത് നിരത്തിൽ നിന്നും പിൻവലിഞ്ഞു. എന്നാലും ഹൈറേഞ്ച് സർവീസുകളും ചില എറണാകുളം സർവീസുകളും ശരണ്യ ഇന്നും ഓടുന്നു. 2015 മുതൽ ശരണ്യ വിന്റർ ഗ്രീൻ എഡിഷൻ എന്ന പേരിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യത്തോടു കൂടിയ സർവീസുകളും ശരണ്യ മോട്ടോഴ്സ് ആരംഭിച്ചു. കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്തേക്കായിരുന്നു ഈ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ ശരണ്യ മോട്ടോഴ്സിനും വളരെ വലിയ പങ്ക് രേഖപ്പെടുത്തുവാനുണ്ട്. യാത്രക്കാരുടെ ആവശ്യം മനസ്സിലാക്കി സർവീസ് നടത്തുവാൻ ശരണ്യ മോട്ടോഴ്സിനു സാധിച്ചു എന്നതാണ് അവരുടെ വിജയം. അതുതന്നെയാണ് നിലനിൽപ്പിനു വേണ്ടി പൊരുതുന്ന കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങളും മാതൃക ആക്കേണ്ടത്. പഴയ പ്രതാപത്തോടെ ശരണ്യ മോട്ടോഴ്സിന്റെ ബസ്സുകൾ തിരിച്ചുവരും എന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ ബസ് പ്രേമിയും. ബസ്സുകളുടെ ചരിത്രം തേടിയുള്ള എൻ്റെ യാത്ര തുടരും. നിങ്ങൾക്കും ഈ യാത്രയിൽ പങ്കാളികളാകാം. കൂടുതൽ ബസ് വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.